ഗുഡ് മോർണിംഗ്. ഇത് ബോബിൻ നായർ, ഇദ്ദേഹം റോബിൻസൺ ക്രൂസോ. നമസ്തേ. ചീഫ് പൈലറ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് വാസ്കോ ഡി ഗാമ അഗ്രോ ഏവിയേഷൻസ് മുംബൈ. ഇത് ബോബി പൈലറ്റ് ആണ്, ഞാനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഞങ്ങളൊക്കെ ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാരാ. എന്റെ പേര് ചണ്ടിക്കുഞ്ഞു മുതലാളി. ഹായ് ചണ്ടി. ഞാൻ പന്നിമറ്റ എസ്റ്റേറ്റിന്റെ ഓണറാണ്, മാത്തുക്കുട്ടി. ഞാൻ പൈലി മണവാളൻ. എന്റെ എസ്റ്റേറ്റാ ഇവിടുത്തെ ഏറ്റവും വലുത്. അതിന്റെ ഒരറ്റത്ത് നിന്ന് കാലത്ത് കാറി കയറിയ വൈകുന്നേരമാവും മറ്റേ അറ്റത്തെത്താൻ. അതേപോലെ ഒരു തള്ളിപ്പൊളി കാർ എനിക്കും ഉണ്ടായിരുന്നു. ഞാനതൊക്കെ വിറ്റു. ചാണ്ടിച്ച ആ സമയത്ത് ഊതാതെ കേട്ടോ. നിർത്ത്. ബൈ ദ ബൈ, ഇവർ പൈലറ്റ്സിന് ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം മില്ലിനിയം പരിപാടി അടിപൊളിയാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഉദ്ഘാടനം പൈലറ്റ്സ് ആയാൽ അതൊരു പുതുമയായിരിക്കും. പിന്നെന്താ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം. ഏതായാലും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ നിങ്ങളെപ്പോലുള്ള സുന്ദരിമാര് വന്ന് വിളിച്ച നോന്നെങ്ങനെയാ പറയുക? എന്താ നോന്ന് പറഞ്ഞാല്? ഓ, നമ്മുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. ഈ കോപ്റ്ററിന്റെ വില എന്താണെന്നറിയാവോ? 2.5 കോടി രൂപയാണ്. ഹയർ ചാർജ് ഒരു മണിക്കൂറിന് 10,000 രൂപ. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോ 60 സെക്കൻഡ്. അയ്യേ, 60 മിനിറ്റ്. ഗ്രൗണ്ട് സ്റ്റാഫ് ഇതിൽ ഇന്റർഫിയർ ചെയ്യണ്ട. അപ്പൊ ഒരു മിനിറ്റിന് 166 രൂപ 66 പൈസ. ഒരു സെക്കൻഡിന് 2 രൂപ 77 പൈസ. എന്ന് വെച്ചാൽ STD ചാർജ് ഇതിലും വളരെ ചീപ്പാണ്. ഉദ്ഘാടനത്തിന് വന്ന് STD ചാർജിനേക്കാൾ വിലയുള്ള മിനിറ്റുകൾ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ടാറ്റ ലൈബ്രറിയുടെ മക്കളൊന്നുമല്ല. വെരി സോറി, ഉദ്ഘാടനത്തെ പറ്റി നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നില്ല, പിന്നീട് സംസാരിക്കുന്നില്ല. മിസ്റ്റർ റോബി. യെസ്. ഇത്തരം എച്ചി കണക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നമ്മൾ വെറും എച്ചികളാണെന്ന് അവരെ അറിയിക്കണം. വേണ്ട. യെസ്, കറക്റ്റ്. യെസ് യെസ്. നമുക്ക് എവിടെ താമസം ഉറപ്പിച്ചിരിക്കുന്നത്? ഹിൽ വാലി ക്ലബിലാണ് സർ. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലബ്. യെസ്. വഴി തരും. തുരിശടിച്ച് കൈകുഴഞ്ഞ നമ്മളീ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. താഴെ നിന്നും തുരിശടിച്ച് പൊങ്ങി വന്ന റബ്ബറിൽ മേലിൽ നിന്നും തുരിശടിക്കാൻ ആരെയും വിടില്ല നാം. ആരെയും വിടില്ല നാം. തുരിശടിച്ച് കൈകുഴഞ്ഞ നമ്മളീ റബ്ബർ തോട്ട കീടനാശിനി തളിപ്പ് യൂണിയൻ. സംയമനം പാലിക്കുക. ഇവന്മാരിത് എന്തോന്നുള്ള പുറപ്പാടാ? ആരാ ഇവരൊക്കെ? എസ്റ്റേറ്റിൽ തുരിശടിച്ചുകൊണ്ടിരുന്ന പാർട്ടികളാ. ജോലി പോയതിന്റെ പ്രതിഷേധമാ. അവന്മാരോട് പോയി വഴിന്ന് കാണാൻ പറയണോ? ഇയാൾ ചെന്ന് പറ. ചാക്കോ, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. നല്ല ദിവസം ആയിക്കൊണ്ട് നീ പ്രശ്നം ഉണ്ടാക്കാതെ ഇവരെ വിളിച്ചിട്ട് മടങ്ങിപ്പോ. പോകാം. ആദ്യം ആ ഹെലികോപ്റ്റർമാരെ ബോംബെയിലേക്ക് മടക്കി അയക്ക്. ഇവന്മാര് നമ്മുടെ സമയം മെനക്കെടുത്തുന്നാ തോന്നുന്നേ. നമ്മുടെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതിന് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഈ മുതലാളിമാർ നമ്മളോട് പറയണ്ടേ? താൻ വണ്ടി മുമ്പോട്ടെടുക്ക്. ഇയാൾ അവിടെ ചുമ്മാരി. താൻ ചുമ്മാരി. ഹെലികോപ്റ്റർ കടത്തിന്റെ പലിശ വിഷം കയറുന്ന പോലെയാ കയറുന്നേ. Go back, go back, helicopter, go back. 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 ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലുള്ള എല്ലാ പൊതുനിരത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യക്കാരനുണ്ട്. ഞാൻ ഇന്ത്യക്കാരൻ മാത്രമല്ല, കേരളീയനും മലയാളിയുമാണ്. കേരളത്തിനകത്തുള്ള എല്ലാ എസ്റ്റേറ്റുകളിലും തുരിശടിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ബോംബെ എന്ന് വന്നവർ മടങ്ങി പോവുക. ബോംബെ വാല ഗോ ബാക്ക്. ബോംബെ വാല ഗോ ബാക്ക്. ബോംബെ വാല ഗോ ബാക്ക്. ബോംബെ വാല ഗോ ബാക്ക്. ഞങ്ങൾ വന്നത് തുരിശടിക്കാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോവും. താഴോട്ടിറക്കിയ ഹെലികോപ്റ്ററിനി മേളിലോട്ട് പൊങ്ങിയാലല്ലേ നിങ്ങൾ തുരിശടിക്കൂ? എന്ന് വെച്ചാൽ ഞങ്ങളെ പട്ടിണിക്കിടാൻ വന്ന ഈ യന്ത്രത്തിനെ ഞങ്ങൾ തീയിലിട്ട് ചുട്ട് കൊന്നു കുഴിച്ചു മുറായിച്ചട്ടെ. Come on, let's go. ആഹാ, എന്തൊരു ധൈര്യം. സംഗതി അങ്ങേറ്റു.
പക്ഷികളെ വെടിവെക്കുന്ന തോക്കാണെങ്കിലും സംഗതി ജീപ്പിലുണ്ടായിരുന്നത് നന്നായി. അല്ലാതെ പിന്നെ എത്രയോ ഏറിയൽ ഡിസ്റ്റൻസ് പിന്നിട്ട് ഒരു പുതിയ പ്രദേശത്ത് കോപ്റ്റർ ഇറക്കി 5 മിനിറ്റിനകം അത് കത്തിക്കണമെന്ന് പറഞ്ഞവൻ ആരായാലും ഞാൻ അവനെ തല്ലും ബോബി. തല്ലുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിരിച്ച് തല്ലു വരുമ്പോ അത് താങ്ങാനുള്ള ശേഷിയും കൂടെ. പെട്ടെന്ന് എന്റെ സമനില തെറ്റിപ്പോയി. പെട്ടെന്നൊന്നുമല്ല, ഇതൊരു സ്ഥിര ഏർപ്പാടാ. അനീതി കണ്ടാൽ എതിർക്കുന്ന ഒരു പോരാളിയാണെന്ന ഭാവം ഇയാൾക്ക് ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ മാസം മദ്രാശിയിലെ മെറീന ബീച്ചിൽ ആ മീൻകാരനിട്ട് തൊഴിച്ചതെന്തിനാ? അവൻ പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയ പിന്നെ ഓ മിസ്റ്റർ, അവന്റെ നാട്ടിൽ അവന്റെ ഇഷ്ടം, അതിനൊക്കെ റിയാക്ട് ചെയ്യാൻ ഇയാൾക്കാര അധികാരം തന്നെ? എന്നെ ചോദ്യം ചെയ്യാൻ തനിക്കാര അധികാരം തന്നെ? അതെ, ഞാനൊരു പൈലറ്റാ. കളർ ബ്ലൈൻഡ്നെസ് കാരണം ലൈസൻസ് ക്യാൻസൽ ആയിപ്പോയി എന്ന് വെച്ച് എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ റിയാക്ട് ചെയ്യും. ഈ റബ്ബർ മരത്തിന് മരുന്നടിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ ഒരു ജോലിയാണ്. റബ്ബർ മരത്തെ കാർന്നു തിന്നുന്ന കൃമികീടങ്ങളെ നശിപ്പിക്കുക, സമൂഹത്തിലെ തിന്മകളെ എതിർക്കുക, 2 ജോലിയും ഒന്ന് തന്നെ. കഴിഞ്ഞ എന്തോന്ന് പ്രസംഗം കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ പറയാം. ഇയാളെ സമൂഹത്തിലെ തിന്മകളെ എതിർക്കുകയോ പുഴുങ്ങി തിന്നുകയോ എന്തു വേണേ ചെയ്തോ, പക്ഷേ എന്റെ സാന്നിധ്യത്തിൽ ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചാൽ ആദ്യത്തെ ഇടി കിട്ടുന്നത് എന്റെ കയ്യിൽ നിന്നായിരിക്കും. മാത്രവുമല്ല, കോപ്റ്റർ പറപ്പിക്കാൻ വേറെ ആളെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. മനസ്സിലായോ? മാന്യമായിട്ട് മുന്നോട്ട് പോയാൽ 2 ആൾക്കും നല്ലത്. ഇനി നമുക്ക് സുഹൃത്തുക്കളെ പോലെ സംസാരിക്കാം. വന്നിട്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാനൊരു ഗ്ലാസ്സില് തന്റെ ചോര. അകത്ത് കയറാൻ പറ്റത്തില്ല സാറേ. ഹെലികോപ്റ്ററിന്റെ എഞ്ചിനീയർ വെങ്കടി സാർ പറഞ്ഞിട്ട് വന്നിരിക്കുക. ബ്രോക്കർ ദിനകരൻ വന്നിരിക്കുന്നു. സാർ എന്നൊന്ന് പറഞ്ഞാ മതി. പൈലറ്റ്സിനെ കാണണമെന്ന് പറഞ്ഞ് വന്നിരിക്കുക. പൈലറ്റ്സിനെ കാണണമെങ്കിൽ അങ്ങ് ഗേറ്റിന് പുറത്ത് വെച്ച് കണ്ടോണം. നിന്നെ പോലെയുള്ള ബ്രോക്കർമാർക്കും വായി നോക്കിയേക്കും കയറി ഇറങ്ങി നിരങ്ങാനുള്ള സ്ഥലമല്ല ഈ ഹിൽവാരി ക്ലബ്ബ്. ഇതിന്റെ മുറ്റത്ത് കാലുകുത്തണമെങ്കിൽ ആദ്യം ഈ ക്ലബ്ബിൽ അംഗമാകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബ്ബിൽ അംഗമായിരിക്കണം. അംഗമാണ് സാർ. എവിടാ? ഞങ്ങളുടെ വീടിനടുത്തുള്ള ജവഹർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബിൽ അംഗമാണ് സാർ ഞാൻ. ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും പ്ലാന്റേഴ്സിനും വേണ്ടിയുള്ള ക്ലബ്ബായത്. ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്, ഇതിനകത്ത് മുണ്ടുടുത്തോണ്ട് കയറാൻ പാടില്ല. ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഞാൻ പോയിട്ട് സാറിനെ പോലെ വലിയൊരു അണ്ടർവെയർ ഇട്ടോണ്ട് വരാം. ഞാൻ പോയേക്കാം സാറേ. വാ കീറിയ ദൈവം വയറ്റിനും തരാതിരിക്കത്തില്ല. അണ്ടർവെയർ സംസ്കാരം. 12 മണിക്ക് മുമ്പ് എനിക്ക് ബാങ്കിലെത്തണം. അത് കഴിഞ്ഞാൽ ബാങ്കിൽ ടി എടുക്കില്ല. ഇയാളെ ചെവിക്കല്ല് പൊട്ടിപ്പോയ ചാണ്ടി 400 ഏക്കർ, അലക്സ് 300 മണ്ണാൻ കട്ട. ഇന്ന് എനിക്ക് തരാമെന്ന് ഏറ്റ കാശ് തരുന്നോ ഇല്ലയോ? ഇന്നോ? പിന്നെന്നാ? ദേ മനുഷ്യ, ഇയാൾ ഏറ്റവും അനുസരിച്ചാ ഞാൻ വക്കീലിന് വാക്ക് കൊടുത്തത്. ഒരു വാക്കല്ലേ, അതങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. ഇയാളെന്താ തമാശ കളിക്കുക? എന്ന് വെച്ചാൽ ഈ ഊപ്പ മുതലാളിമാരെ അഡ്വാൻസ് തരാതെ എന്റെ എവിടുന്നാടോ കാശ്? അഡ്വാൻസ് ചോദിച്ചോ? ചോദിക്കാതെ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യുമെന്ന് പറ. ഞാൻ തീ ചവിട്ടി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? താൻ തീയിൽ ചവിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ തീയിൽ ദഹിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ കണ്ണിലെ ഞാൻ ഹെലികോപ്റ്റർ മുതലാളിയാ. പക്ഷെ 9 ലക്ഷം അതിന്റെ പലിശ അടുത്ത മാസം കൊടുത്തില്ലേലും മാർവാടി കോപ്റ്റർ കൊണ്ടുപോകും. പിന്നെ അന്ന് തൊട്ട് വീട്ടിൽ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ തനിക്കെന്നെ കാണാം, പിച്ചക്കാരുടെ കൂട്ടത്തിൽ. അത്രയല്ലേ ഉള്ളൂ. അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരായില്ലെങ്കിലേ തനിക്കെന്നെ കാണാനേ കിട്ടത്തില്ല. ഞാൻ ഇരുമ്പടിക്കകത്തായിരിക്കും. അഡ്വക്കേറ്റ് ഹാജരായാലും താനകത്താ. പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. താനൊരു കൊലപ്പുള്ളിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെ ഞാൻ ജോലിക്കെടുത്തു. ആ നന്ദി പോലും. എന്തിനു നന്ദി? എന്റെ ഗതികേടിന് പാതി ശമ്പളത്തിന് ഞാൻ ജോലിക്ക് വന്നു. എന്റെ സാഹചര്യം ഇയാൾ മുതലെടുക്കായിരുന്നില്ലേ? അതുമാത്രം പറയരുത്. ഹെലികോപ്റ്ററിന്റെ കടം തീർന്നാൽ ഉടനെ ഇന്ത്യയിലെ മറ്റേത് പൈലറ്റ് വാങ്ങിക്കുന്നതിൽ ശമ്പളം തനിക്ക് ഞാൻ തരും. കടം തീർന്നാലല്ലേ? അത് വിട്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തുരിശടി തുടങ്ങി കഴിഞ്ഞിട്ട് കാശ് നമുക്ക് സംഘടിപ്പിക്കാം. അതേ നിവൃത്തിയുള്ളൂ. പിന്നെ മാനേജർ എന്നെ കണ്ട കുഴപ്പം. വിഷയമൊക്കെ ഞാൻ ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് കാത്തിക്കാം. വേണ്ട കേട്ടോ. പൈലറ്റ് സാറന്മാരെ, വെങ്കടി സാറ് നിങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു. എന്ത്? നല്ല കിളുന്ന് പെമ്പിള്ളേരുണ്ട്, താല്പര്യമുണ്ടെന്നറിയാം. ഉടൻ ബന്ധപ്പെടുക. ബ്രോക്കർ ദിനകരൻ.
റബ്ബറിനേക്കാൾ വില കുറഞ്ഞ ഇവിടുത്തെ മനുഷ്യർക്ക്. അല്ല, ഈ വെങ്കിടി എന്താ നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പെമ്പിള്ളാരെ തപ്പി നടക്കുന്നവരാണെന്നോ? വെങ്കിടി ഒരിക്കലും അങ്ങനെ പറയില്ല. ഇത് വായിച്ചില്ലേ മനുഷ്യ? വെങ്കിടി അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പട്ടാ പകലൊരു ബ്രോക്കർ ഇങ്ങനൊരു കത്തെഴുതിയിടുവോ? ഓ, ഈ നാട് ഇത്രയും നശിച്ച ഒന്നാണെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഓ, പാവം സ്ത്രീകൾ ചിലപ്പോ പട്ടിണി കാരണമായിരിക്കാം. എന്നാലും ബോബി, നമ്മൾ ഈ നാട് നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോകും. നമ്മള് വേണ്ട, നമ്മൾ മാത്രം മതി. പക്ഷെ ഒരു കാര്യം, തുരിശടി കഴിഞ്ഞ് എന്റെ കണക്ക് തീർത്ത് എന്നെ പറഞ്ഞ് വിട്ടിട്ട് മതി നാട് നന്നാക്കൽ. അതല്ല അതിന് മുമ്പാണ് നന്നാക്കൽ പരിപാടിയെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിടും. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ. ഞാൻ തെണ്ടി ബ്രോക്കർ എന്ന് കണ്ടിട്ട് വരാം. ദേ റോബി, ഞാൻ വോൺ ചെയ്യാണ്, വേണ്ട. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടണ്ട. ഇതിലൊക്കെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഈ തല? എങ്കിൽ കൊണ്ട് ചെല്ല്. മറ്റേ പൈലറ്റ് സാർ എന്തി സാറേ? എന്താ, ഞാൻ പോരുന്നുണ്ടോ? അല്ല, രണ്ട് സാറന്മാരെ ഉദ്ദേശിച്ചാണ് ഞാൻ. അയാളെ ഇതിനൊന്നും കൊള്ളുകയില്ല. എന്താ ഇയാളുടെ പേര്? ഞാൻ ദിനകരൻ. ഈ നാട്ടില് നിലയും വിലയുമുള്ള ഏക ബ്രോക്കറാ സാറേ ഞാൻ. തന്റെ കയ്യിൽ ഇപ്പൊ എത്ര പെമ്പിള്ളേരുണ്ട്? സാറിന് എത്ര പെമ്പിള്ളാരെ വേണം? കോളേജ് കുമാരിമാര്, പഠിത്തം കഴിഞ്ഞു നിൽക്കുന്നത്, സ്വത്തും പണവും ഉള്ള വലിയ വീട്ടിലെ പെമ്പിള്ളാര്. വലിയ വീട്ടിലെ പെമ്പിള്ളേർ ഇതിന് തയ്യാറാണോ? പിന്നെ പൈലറ്റ് സാറന്മാരെന്ന് കേട്ടപ്പോ തന്നെ പെമ്പിള്ളാരല്ല ഹാലിളവി നിൽക്കുമല്ലോ സാറേ. എല്ലാത്തിനെയും കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ദിനകരനോട് പറ. ഓഹോ, അപ്പൊ ഈ കാശിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഓ, കാശൊന്നും ഒരു പ്രശ്നമല്ല സാറേ. സാർ എന്ത് കാശ് തീരുമാനിച്ചാലും അത് ഓക്കെ. അതെ, എപ്പോഴായിരിക്കും സൗകര്യം? ഈ തുരിശടി ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്കൊരു ഇറക്കം കറങ്ങാം. എന്താ? എല്ലാം സാറിന്റെ ഇഷ്ടം. പക്ഷെ ഒരപേക്ഷ മാത്രമേ ഉള്ളൂ സാറേ. മറ്റ് ബ്രോക്കർമാർ വരുമ്പോ സാറ് സഹകരിക്കരുത്. ഒക്കെ പറ്റിപ്പാ സാറേ. ഇല്ല. തന്നെയും തന്റെ പെമ്പിള്ളേരെയും കൈകാര്യം ചെയ്തിട്ട് മറ്റേത് കേസും ഞാൻ ഏറ്റെടുക്കൂ. അത് മതി സാർ, മതി.